ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചക്ക കൊണ്ടുള്ള പായസമാണ്. ചക്കയൊക്കെ കിട്ടുന്ന സമയമാണ്. ഈ സമയത്ത് നമുക്ക് ചക്ക കൊണ്ടുള്ള പായസമൊക്കെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞു കഴിഞ്ഞതിന് ശേഷമുള്ള വെയിറ്റാണ് കേട്ടോ 1/2 കിലോയെ. ഞാനെടുത്ത ചക്കയ്ക്ക് നല്ല മധുരമുള്ള ചക്കയാണ്. നല്ല വേവുമുണ്ട്, നല്ല മധുരമുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ചക്കയ്ക്ക് നല്ല വേവുണ്ട് ഈ ചക്കയ്ക്ക്, അതുകൊണ്ടാണ് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ ഇനി അഥവാ ചക്ക വേവിച്ചെടുക്കുന്നില്ലെങ്കിൽ നല്ലതുപോലെ അരച്ചെടുത്താലും മതി. നമുക്ക് അടച്ചു വെച്ച് ഒരു 2 വിസില്. ചക്ക വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് ശർക്കരയും കൂടി ഉരുക്കിയെടുക്കാം. ഇതിപ്പം 1/2 കിലോ ഉള്ള ഒരു കട്ട ശർക്കരയാട്ടോ ഉള്ളത് എൻ്റെ കയ്യിൽ. ഞാനിത് മുഴുവൻ ഉരുക്കുന്നുണ്ട്. ഇത് മുഴുവൻ വേണ്ട, ഞാനിത് മുഴുവനായിട്ട് തന്നെ ഉരുക്കിയെടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് എടുത്ത് വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. പിന്നീട് നമുക്ക് വേറെ എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് എടുക്കാവേ. 1/2 കപ്പും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ലതുപോലെ ഉരുക്കിയെടുക്കണം. പായസം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉരുളിയാണ്. അടി കട്ടിയുള്ള പാത്രം വേണം പായസം ഉണ്ടാക്കുന്നതിന് എടുക്കാനായിട്ട്. നമ്മുടെ ചക്കയൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ 2 വിസിലാണ് കേട്ടോ അടുപ്പിച്ചിരിക്കുന്നത്. ഉരുളി ചൂടാകാൻ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്ക ചേർത്ത് കൊടുക്കാവേ. ഇത് കണ്ടോ, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഈ വെള്ളമൊക്കെ നല്ലതുപോലെ ഒന്ന് പറ്റി വരണം. വെള്ളമൊക്കെ ചെറുതായിട്ടൊന്ന് പറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അടി പിടിക്കരുത് കേട്ടോ. വെള്ളം നല്ലതുപോലെ പറ്റണം. ഈ ചക്കയൊന്ന് നമുക്കൊന്ന് വെള്ളം നല്ലതുപോലെ പറ്റി കഴിയുമ്പോൾ ഒന്ന് ഉടച്ചെടുക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചക്കയൊന്ന് പകുതിയൊക്കെ എടുത്ത് ഒന്ന് അരച്ച് ചേർത്ത് കൊടുത്താലും മതി. ഞാനിവിടെ ഇപ്പം അരച്ച് ചേർക്കുന്നില്ല, ഒന്ന് ഉടച്ചെടുക്കുന്നതേ ഉള്ളേ. ലോ ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ചക്ക ഒന്ന് ഉടച്ചെടുക്കാം. ചക്ക ഇവിടെ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ശർക്കര എടുത്തിരുന്നത് ഉരുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ചേർത്ത് കൊടുക്കാവേ. അരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. ഒരു പകുതി ശർക്കരയോളം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ചക്ക നല്ലതുപോലെ വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ശർക്കര ചേർത്ത് കൊടുക്കാവുള്ളൂ. അതല്ലെങ്കിൽ ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ ചക്ക വേഗത്തില്ല കേട്ടോ, കല്ലിച്ച് കിടക്കത്തേ ഉള്ളേ. ഞാനിവിടെ കുക്കറിൽ വേവിച്ചത് കൊണ്ടാണ്. അതല്ലെങ്കിൽ നിങ്ങൾ വെള്ളം ചേർത്തോ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്തിട്ടോ ചക്ക നല്ലതുപോലെ ആദ്യം വേവിച്ചെടുക്കണം. അതിന് ശേഷം ചക്ക നല്ലതുപോലെ വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ശർക്കര ചേർക്കാൻ പാടുള്ളൂ. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണമെന്നേ ഉള്ളൂ, കൈതോരാതെ ഇളക്കണം എന്നില്ല കേട്ടോ. ശർക്കര ഇവിടെ കുറുകി പറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് പറ്റി വരട്ടെ. അതിപ്പോൾ എന്ത് പായസങ്ങളൊക്കെ ഉണ്ടാക്കുവാണെങ്കിലും ഇതുപോലെ അരിയൊക്കെ ആണെങ്കിലും ശർക്കര ചേർത്ത് കഴിഞ്ഞ് വേഗത്തില്ല കേട്ടോ. ശർക്കര ചേർക്കുന്നതിന് മുമ്പായിട്ട് വേവിച്ചെടുക്കണം. നല്ലതുപോലെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോളുക. മുഴുവനായിട്ടുള്ള ഏലക്കയാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്തോണേ. ശർക്കരയൊക്കെ പറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 3-ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3-ാം പാൽ എടുത്തിട്ടുണ്ട്. നിങ്ങളിനി 3-ാം പാൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏറ്റവും അവസാനം എടുക്കുന്ന പാലാണ് കേട്ടോ 3-ാം പാല്. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. തേങ്ങാപ്പാൽ എടുത്തിരിക്കുന്നത് 2 കപ്പ് തേങ്ങ 1 കപ്പ് വെള്ളം ഒഴിച്ച് പിഴിഞ്ഞെടുത്തതാണ്. നല്ലതുപോലെ നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാലിനി കുറുകി പറ്റി വരണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതെ. 3-ാം പാൽ ഒഴിച്ചിട്ട് നല്ലതുപോലെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. കുറുകി വരാൻ തുടങ്ങുമ്പം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ, അടി പിടിക്കാതെ. തേങ്ങാപ്പാൽ ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുത്താൽ മതിയേ. ആദ്യം 3-ാം പാൽ ചേർത്തു. ഇനി നമുക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. 2-ാം പാൽ 2 കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുത്തോളുക. നല്ലതുപോലെ ഒന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ. 2-ാം പാൽ ചേർത്തിട്ട് നല്ലതുപോലെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. 2-ാം പാൽ കുറച്ചും കൂടി ഒന്ന് പറ്റി വരണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മുതൽ 1/4 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്തു. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അവിടെ ഇവിടെ കട്ട പിടിച്ചിരിക്കുന്ന പോലെ ഉണ്ടാവും. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണേ. മധുരം കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എനിക്കിവിടെ ആവശ്യത്തിന് മധുരമൊക്കെ ഉണ്ട്. ഞാനിനി മധുരം ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതിലേക്ക് 1-ാം പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് 1-ാം പാലുണ്ട്. 1-ാം പാല് ചേർത്തതിന് ശേഷം തിളപ്പിക്കുന്നില്ല, നല്ലതുപോലെ ഇളക്കിയെടുത്താൽ മതിയേ.
നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തണുത്ത് കഴിയുമ്പം പായസം കുറച്ചും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മാത്രം മതി. ഒന്നാം പാലൊഴിച്ച് ചൂടായിട്ടുണ്ട്. അവിടെ ഇവിടെ ചെറുതായിട്ടൊന്ന് തിളയ്ക്കുന്ന പോലെ കണ്ടില്ലേ? ഈ സമയമാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് കിസ്മിസൊക്കെ വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് ചൂടായി കഴിയുമ്പോഴേക്കും 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കളറൊന്ന് ചെറുതായിട്ട് മാറി വരുമ്പോഴേക്കും ഒരു 1/4 കപ്പോളം ക്യാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാഷ്നട്ടിൻ്റെ കളറ് ചെറുതായിട്ട് മാറുമ്പോഴേക്കും മുന്തിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. കിസ്മിസൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം പാകത്തിന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ചക്കയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന പായസമാണ് കേട്ടോ. നമ്മുടെ മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉണ്ടോ, പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ചക്കപ്പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്